ഹായ് ഓൾ. നമ്മൾ റെഡിമെയ്ഡായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലയിലൊക്കെ നല്ലോണം മായം ചേർത്തിട്ടുണ്ടാകും. അതൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഗരം മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എല്ലാ മെഷർമെൻറ്റ്സും പറയുന്നത് ടേബിൾ സ്പൂണിലാണ്. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കറുവാപ്പട്ട വേണം. പിന്നെ 3/4 ടേബിൾ സ്പൂൺ കറിയാമ്പൂ, 3/4 ടേബിൾ സ്പൂൺ ഏലക്കായ, പിന്നെ ഒരു 6-8 ബേ ലീഫ് വേണം. ബേ ലീഫ് എന്ന് പറയുമ്പോൾ കറുവാപ്പട്ടയുടെ ഇലയാണ്. പിന്നെ വേണ്ടത് തക്കോലമാണ്. തക്കോലം എന്ന് പറയുമ്പോൾ സ്റ്റാർ അനൈസ്, അത് 2 എണ്ണം വേണം. എൻ്റെ കയ്യിൽ ഇത് പൊടിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും സ്റ്റാർ ഷേപ്പിലാണ് ഉണ്ടാവുക. പിന്നെ വേണ്ടത് കുരുമുളകാണ്. അത് ഞാനിവിടെ 3/4 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് കൂട്ടി കൊടുക്കാം. ഇനി ചെറിയ ജീരകം 3/4 ടേബിൾ സ്പൂൺ, പിന്നെ പെരുംജീരകം 2 ടേബിൾ സ്പൂൺ, ഇനി വേണ്ടത് ജാതിക്കയാണ്. ഇത് ഫുള്ളായിട്ടുള്ളതായതുകൊണ്ട് മിക്സിയിൽ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒന്ന് ഇത് കുത്തി പൊട്ടിക്കുന്നുണ്ട്. ഈ പൊടിച്ച ജാതിക്കയും കൂടി അതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് 2 മിനിറ്റ് ചൂടാക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ പാടില്ല, കരിഞ്ഞു പോകും. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ബേ ലീഫ് നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അത് ഇപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് 2 മിനിറ്റ് ചൂടാക്കാം. ചെറിയ ചൂടിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ബേ ലീഫൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ട് അതിൽ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കതൊരു മിക്സി ജാറിലേക്ക് മാറ്റി ഫൈൻ പൗഡർ പോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡർ പോലെയാണ് ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിന് നമുക്ക് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ബിരിയാണി മസാലയ്ക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി, എഗ് കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.